ശബരിമല യുവതീ പ്രവേശന കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാർ നിലപാട് പഴയത് തന്നെ ആകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഒന്നാം പിണറായി സർക്കാർ നൽകിയ യുവതീ പ്രവേശനം ആകാമെന്ന സത്യവാങ്മൂലത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പിണറായി സർക്കാർ ആലോചിക്കുന്നില്ല. തൽക്കാലം തിരഞ്ഞെടുപ്പിന് മുൻപ് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് പിണറായി സർക്കാർ സ്വീകരിച്ച നിലപാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2016 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധിയുണ്ടായത്. പക്ഷേ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം LDFന് വലിയ തിരിച്ചടിയുണ്ടാക്കി. അതിനുശേഷം വിഷയം ഒതുക്കിവെക്കാനാണ് സർക്കാരും LDFും ശ്രമിച്ചത്. യുവതീ പ്രവേശനത്തിൽ സർക്കാരിന്റെയും CPMന്റെയും നിലപാട് മാറ്റിയതായി എവിടെയും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ യുവതീ പ്രവേശനം വേണമെന്ന പരസ്യ നിലപാടും ഇപ്പോഴില്ല. നിലപാട് കോടതിയിൽ വ്യക്തമാക്കുമെന്ന് സർക്കാരും പറയുന്നു. ആ ഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് ശേഷം സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യത ഉള്ളതുകൊണ്ട് മാത്രം ചെയ്യേണ്ടി വന്നു എന്നായിരുന്നു CPMന്റെ വിശദീകരണം. സ്ത്രീകൾ ശബരിമലയിൽ കയറിയതിൽ സർക്കാർ കാണിച്ച തിടുക്കവും ശ്രമവും ജനങ്ങളിൽ അമർഷമുണ്ടാക്കിയെന്ന് പാർട്ടിക്ക് ബോധ്യമായി. പിന്നീട് യുവതികളാരും ശബരിമലയിൽ കയറിയില്ല. കോൺഗ്രസ് വിട്ട CPMലെത്തിയ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായപ്പോൾ യുവതീ പ്രവേശനത്തിൽ സത്യവാങ്മൂലം തിരുത്തുമെന്ന് പറഞ്ഞിരുന്നു.